Hello children, let us now continue with the topic political parties. In lower classes, that is in 9th standard, you must have studied. ഇപ്പോൾ നമ്മളെ കൺട്രിയിൽ എലക്ഷൻ നടത്തുന്ന ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എലക്ഷൻ കമ്മീഷനാണ്. അതൊരു സെപ്പറേറ്റ് ബോഡിയാണ്. എലക്ഷൻ എപ്പോഴാണ് നടത്തേണ്ടത്, എവിടെയാണ് നടത്തേണ്ടത്, അതിൻ്റെ ഒക്കെ തീരുമാനങ്ങൾ അവരാണ് എടുക്കുക. ഇപ്പോൾ all the political parties have to register with the election commission. ഓക്കെ, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് എലക്ഷനിൽ പങ്കെടുക്കണമെന്ന് അവർക്ക് ആ ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അവരെന്താ ചെയ്യേണ്ടത്? എലക്ഷൻ കമ്മീഷനിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത പാർട്ടീസിൽ കുറച്ച് പാർട്ടീസിന് നമ്മൾ എലക്ഷൻ കമ്മീഷൻ കുറച്ച് റെക്കഗ്നിഷൻ കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കുകയാണെങ്കിൽ സിൽവർ പ്ലേ ബട്ടൺ ഉണ്ട്, ദെൻ ഗോൾഡ് പ്ലേ ബട്ടൺ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിൽവർ പ്ലേ ബട്ടൺ ആണെങ്കിൽ യു ഷുഡ് ഹാവ് 100,000 സബ്സ്ക്രൈബേഴ്സ്, ദെൻ യു ഗെറ്റ് ദ സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ സിൽവർ പ്ലേ ബട്ടൺ കിട്ടും. അതേപോലെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയാലോ യു വിൽ ഗെറ്റ് ദ ഗോൾഡ് പ്ലേ ബട്ടൺ. അപ്പോൾ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ കുറച്ച് ക്രൈറ്റീരിയസ് വെച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ അവർ നൽകുന്ന സ്റ്റേറ്റസ് എന്താണ്? സ്റ്റേറ്റ് പാർട്ടീൻ്റെ സ്റ്റേറ്റസ് കൊടുക്കും, പിന്നെ നാഷണൽ പാർട്ടീൻ്റെ സ്റ്റേറ്റസ് കൊടുക്കും. ഇങ്ങനത്തെ സ്റ്റേറ്റസ് കിട്ടിയിട്ട് അവർക്ക് എന്താ ലാഭം അതും നോക്കണം. പിന്നെ എന്ത് ക്രൈറ്റീരിയ ഉണ്ടായാലാണ് ഇവർക്ക് ആ സ്റ്റേറ്റസ് കിട്ടണമെന്ന് നോക്കണം. അപ്പോൾ ലെറ്റ് us ഫസ്റ്റ് ബിഗിൻ വിത്ത് ദ ക്രൈറ്റീരിയ ഫോർ സ്റ്റേറ്റ് പാർട്ടി. സ്റ്റേറ്റ് പാർട്ടി ആ ക്രൈറ്റീരിയ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് എന്താണ്? ഇറ്റ് ഷുഡ് സെക്യൂർ അറ്റ്ലീസ്റ്റ് 6% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് ഇൻ ആൻ എലക്ഷൻ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് എന്താണ്? നമ്മൾ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്ന ആ എലക്ഷനിൽ 6% ഓഫ് ദ ടോട്ടൽ വോട്ട്സ്. അപ്പോൾ ടോട്ടൽ വോട്ട്സിൽ 6% വോട്ട്സ് ആ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ അറ്റ്ലീസ്റ്റ് 2 സീറ്റ്സ് വിൻ ചെയ്തിട്ടുണ്ടാവണം ആ പാർട്ടി. ആ സ്റ്റേറ്റിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 2 സീറ്റ് അവർ വിൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ദേ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 6% ഓഫ് വോട്ട്. ഓക്കെ, സോ ദാറ്റ് ഇഫ് ദേ സാറ്റിസ്ഫൈ ദെൻ വി വിൽ കോൾ ദം ആസ് എ സ്റ്റേറ്റ് പാർട്ടി. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഒരു പട്ടമാണ് സ്റ്റേറ്റ് പാർട്ടി. ഇനി നാഷണൽ പാർട്ടീസ് ആരാണ്? ദ പാർട്ടീസ് ഷുഡ് സെക്യൂർ അറ്റ്ലീസ്റ്റ് 6% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് ഇൻ ലോക്സഭ എലക്ഷൻസ്. ലോക്സഭ എലക്ഷൻസ് മീൻസ് നമ്മൾ പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കുമല്ലോ ആ എലക്ഷൻ. ആ എലക്ഷൻസിൽ 6% വോട്ട്സ് ഉണ്ടാവണം. ടോട്ടൽ വോട്ട്സിൻ്റെ 6% ആ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഓർ 6% വോട്ട്സ് ഇൻ അസംബ്ലി ഇലക്ഷൻസ് ഇൻ 4 സ്റ്റേറ്റ്സ്. ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻസിൽ 6% വോട്ട്സ് കിട്ടിയാലും മതി 4 സ്റ്റേറ്റ്സിൽ. അപ്പോൾ ഇത് ഓർ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് 6% വോട്ട്സ് ഇൻ അസംബ്ലി ഇലക്ഷൻസ് ഇൻ 4 സ്റ്റേറ്റ്സ്. ഇത് കൂടാതെ അവർ എന്താ ചെയ്തിരിക്കേണ്ടത്? വിൻസ് അറ്റ്ലീസ്റ്റ് 4 സീറ്റ്സ് ഇൻ ദ ലോക്സഭ. ഇറ്റ് ഷുഡ് വിൻ അറ്റ്ലീസ്റ്റ് 4 സീറ്റ്സ് ഇൻ ദ ലോക്സഭ. ഇപ്പോൾ ഇതിൽ ഓർ ആൻഡ് ഞാൻ ഇങ്ങനെ വേറെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓറിൻ്റെ അർത്ഥം എന്താണ്? ഈ ഫസ്റ്റ് 2 കേസസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ആൻഡ് പറഞ്ഞു വരുന്നത് അത് ഉറപ്പായിട്ട് ചെയ്തിരിക്കണം. ആ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ദിസ് ആർ ദ ക്രൈറ്റീരിയ ദാറ്റ് ദേ ഹാവ് ടു സാറ്റിസ്ഫൈ ടു ബി എ നാഷണൽ പാർട്ടി. അപ്പോൾ അങ്ങനെ നമ്മളെ കൺട്രിയിൽ ആസ് യുവർ ടെക്സ്റ്റ് ബുക്ക് സേസ് ബൈ ദ 2006 അപ്ഡേറ്റ് ഇറ്റ് സേസ് ദർ ആർ 6 സച്ച് നാഷണൽ പാർട്ടീസ്. അങ്ങനെ 6 പാർട്ടീസിന് ഈ പട്ടം കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദിയർ നാഷണൽ പാർട്ടീസ്. ബട്ട് ദെൻ ഇപ്പോൾ 2020 ആയല്ലോ. അപ്പോൾ ആ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ നൗ ദർ ആർ 8 സച്ച് പാർട്ടീസ്. അങ്ങനെ 8 പാർട്ടീസ് ആയിട്ടുണ്ട്. 2019 ഇലക്ഷൻസിൻ്റെ ശേഷം 8 പാർട്ടീസ് ഹാവ് ഗോട്ട് ദ സ്റ്റേറ്റസ് ഓഫ് നാഷണൽ പാർട്ടീസ്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് പാർട്ടീസ് നോക്കുമ്പോൾ മോർ ദാൻ 50 സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ലാഭം എന്താണ്? ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടിയതുകൊണ്ട് അവർക്ക് എന്താ കിട്ടുന്നത്? ദീസ് പാർട്ടീസ് ആർ ഗിവൻ എ യുണീക്ക് സിമ്പിൾ. ഓൺലി ദ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സ് ഓഫ് ദാറ്റ് പാർട്ടി ക്യാൻ യൂസ് ദാറ്റ് എലക്ഷൻ സിമ്പിൾ. അപ്പോൾ ഈ പാർട്ടിക്ക് കാര്യമായിട്ട് ആ എലക്ഷൻ കമ്മീഷൻ ഒരു സിമ്പിൾ അവർക്ക് പേറ്റൻ്റ് ആക്കി കൊടുക്കും. അപ്പോൾ ഈ സിമ്പിൾ അവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ പാർട്ടീനെ ബിലോങ് ചെയ്യുന്ന ഏത് കാൻഡിഡേറ്റിനും ആ സിമ്പിൾ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നാഷണൽ പാർട്ടിക്കും സ്റ്റേറ്റ് പാർട്ടിക്കും കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ ആണത്. They are given lands at subsidized rates for building party offices. അപ്പോൾ അവർക്ക് ശരിക്കും പാർട്ടി ഓഫീസേഴ്സും പാർട്ടി കാര്യത്തിന് വേണ്ടിയിട്ട് ലാൻഡ്സൊക്കെ കുറച്ച് സബ്സിഡൈസ്ഡ് പ്രൈസൊക്കെ കിട്ടും. കുറഞ്ഞ വിലക്ക് ലാൻഡൊക്കെ കിട്ടും പാർട്ടി ഓഫീസേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ദേ ആർ ഗിവൻ ഫ്രീ എയർ സ്പേസ് ഇൻ ഗവൺമെൻറ് റൺ റേഡിയോസ് ആൻഡ് TV ചാനൽസ്. അവർക്ക് അവരുടെ ആഡ്സൊക്കെ റൺ ചെയ്യുക. TVയിലും ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലൊക്കെ ദേ ക്യാൻ റൺ ദർ ആഡ്സ്. സോ യു മസ്റ്റ് ഹാവ് സീൻ ആഡ്സ് ഓഫ് കോൺഗ്രസ് ആൻഡ് BJP ഇൻ ദൂരദർശൻ ചാനൽസ്. അപ്പോൾ ദേ ഹാവ് ദാറ്റ്. ആ നാഷണൽ പാർട്ടി ആയതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനുള്ള പെർമിഷൻ കൊടുക്കും.
But these are the facilities that they enjoy by getting the status of state party or a national party. Now let us see some of the national parties and what their ideologies is about. Okay, let us first talk about the Indian National Congress. അപ്പോൾ ഈ നാഷണൽ കോൺഗ്രസിൻ്റെ സിമ്പിളാണ് ഈ ഹാൻഡ് പാം. അപ്പോൾ ദിസ് വാസ് ദ ഓൾഡസ്റ്റ് പാർട്ടി, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പാർട്ടീസ്. ഓക്കെ, ഇൻ 1885 ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇറ്റ് ഈസ് എ സെൻട്രിസ്റ്റ് പാർട്ടി. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ഇങ്ങനത്തെ വേർഡ്സ് കേൾക്കും, ലെഫ്റ്റ് പാർട്ടി, റൈറ്റ് പാർട്ടി, സെൻട്രിസ്റ്റ് പാർട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ശരിക്കും നിങ്ങൾ ഒറിജിൻ നോക്കുകയാണെങ്കിൽ ആ ഫ്രഞ്ച് റെവല്യൂഷനിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്ത് ഈ കിങ് വന്ന് നടുവിൽ നിൽക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഈ വർക്കേഴ്സ് ആൻഡ് പെസൻസ് ആൻഡ് ഓൾ ദാറ്റ്, ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ കിങ് ആർ ദ പ്രീസ്റ്റ് ആൻഡ് നോബിൾ പേഴ്സൺസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ശരിക്കും ഐഡിയോളജീനെ അവർ അങ്ങനെ കാണുന്നുണ്ട്. ലെഫ്റ്റ് ഐഡിയോളജി മീൻസ് വർക്കേഴ്സ്, അങ്ങനത്തെ വർക്കേഴ്സ്, ലേബർ പാർട്ടി അവർക്ക് പ്രോത്സാഹിപ്പിക്കണേ, ആൻഡ് ദെൻ ഈക്വാലിറ്റി, എല്ലാവരും ഒരേപോലെയാണ്, അതൊക്കെ ആ ഐഡിയാസിനെ കൊണ്ടുവരുന്ന തോട്ട്സാണ് ലെഫ്റ്റ് പാർട്ടീസ്. പിന്നെ സെൻറ്റർ മീൻസ് വാട്ട്? ഓക്കെ, അവർക്ക് എല്ലാം ഉള്ളതുപോലെ തന്നെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് എ സെൻറ്റർ പാർട്ടി. ആൻഡ് റൈറ്റ് പാർട്ടി എന്താണ്? കുറച്ച് അവരുടെ കൾച്ചറൽ ഹെറിറ്റേജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവരുടെ ഏൻഷ്യൻറ്റ് കൾച്ചേഴ്സ് അതൊക്കെ കൂടെ കൊണ്ട് നടക്കണമെന്ന് വിചാരിക്കുന്ന തോട്ടാണ് റൈറ്റ് പാർട്ടി. അപ്പോൾ നമ്മൾ കോൺഗ്രസ് വന്ന് സെൻറ്റർ പാർട്ടിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സെൻട്രിസ്റ്റ് പാർട്ടി. ഇറ്റ്സ് ഐഡിയോളജി ഇൻക്ലൂഡ്സ് വാട്ട്? സെക്യുലറിസം ആൻഡ് വെൽഫെയർ ഓഫ് ദ വീക്കർ സെക്ഷൻ ആൻഡ് മൈനോറിറ്റീസ്. അപ്പോൾ അവരുടെ പാർട്ടീൻ്റെ തോട്ട്സ് ശരിക്കും ഇങ്ങനെ പറയണം, എന്നാലേ എല്ലാവർക്കും അറിയില്ലല്ലോ അവരുടെ പാർട്ടീൻ്റെ ഐഡിയോളജി എന്താണ്. അപ്പോൾ അവർ കാണിക്കുന്ന മാനിഫെസ്റ്റോയിൽ ഇങ്ങനെയാണ് അവർ പറയുക, ദാറ്റ് ദേ ആർ ലുക്കിംഗ് ഫോർ വെൽഫെയർ ഓഫ് ദ വീക്കർ സെക്ഷൻ ആൻഡ് ദ മൈനോറിറ്റീസ്. ഇൻ ഇന്ത്യ വി സീ ദാറ്റ് ദ കോൺഗ്രസ് പാർട്ടി റൂൾഡ് ഫോർ മെനി ഇയേഴ്സ്. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യനെ ഫസ്റ്റ് റൂൾ ചെയ്തത് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ടിൽ 1977 കോൺഗ്രസ് പാർട്ടീൻ്റെ റൂൾ തന്നെ ആയിരുന്നു. പിന്നാണ് അതൊരു ഡിക്ലൈൻ കാണുന്നത്. കുറച്ച് ഡിക്ലൈൻ കണ്ടതിന് ശേഷം പിന്നെയും കോൺഗ്രസ് പാർട്ടി തന്നെ പവറിൽ വന്ന ഒരു അലയൻസിലൊക്കെ കോalition ഗവൺമെൻറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പവറിലുണ്ടായിരുന്നു ടിൽ 2014 എലക്ഷൻസിൻ്റെ ശേഷം മേജർ പവറായിട്ട് വന്നതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഭാരതീയ ജനതാ പാർട്ടി ഓർ BJP. It was founded in 1980 by reviving the Bharatiya Jana Sangh. അപ്പോൾ ഓൾറെഡി ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഭാരതീയ ജനസംഘ് ആയിരുന്നു. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, കുറേ ആൾക്കാർ പിരിഞ്ഞു പോയി, കുറച്ച് പുതിയ ഐഡിയാസ് അതിൽ ഉൾപ്പെടുത്തി, അങ്ങനെ ഉണ്ടായ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇറ്റ് ബിലീവ്സ് ഇൻ കൾച്ചറൽ നാഷണലിസം ഓർ ഹിന്ദുത്വ. ഇപ്പോൾ നൗ വി സീ ദാറ്റ് ഭാരതീയ ജനതാ പാർട്ടി ഈസ് എ റൈറ്റ് സൈഡഡ് പാർട്ടി. ഓക്കെ, റൈറ്റ് ഐഡിയോളജിയാണ്. അപ്പോൾ അവരുടെ ഹിന്ദുത്വ ബൈ ദാറ്റ് ദേ ഡോണ്ട് മീൻ ഹിന്ദുയിസം. ഹിന്ദുത്വ മീൻസ് ദ ഏൻഷ്യൻറ്റ് കൾച്ചർ ഓഫ് India. അതിനാണ് അവർ ഹിന്ദുത്വ പറയുന്നത്. ഇറ്റ് ബിലീവ്സ് ഇൻ ദ കൾച്ചറൽ നാഷണലിസം. ഇറ്റ് വാണ്ട്സ് ഫുൾ ടെറിട്ടോറിയൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ജമ്മു ആൻഡ് കശ്മീർ വിത്ത് ഇന്ത്യ. അത് അവർ നേരത്തെ പറഞ്ഞ അവരുടെ മാനിഫെസ്റ്റോയിൽ ഉള്ള സംഭവമാണ്. അവർ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റേറ്റസ് ഇല്ലാതാക്കും. അത് ശരിക്കും അവർ പവറിൽ വന്നതിൻ്റെ ശേഷം അവരത് കാണിച്ചിട്ടുമുണ്ട്. ജമ്മു ആൻഡ് കശ്മീരിന് സ്പെഷ്യൽ സ്റ്റേറ്റസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡ് ഫോർ ഓൾ പീപ്പിൾ, ഇതും അവരുടെ അജണ്ടയിലുണ്ട്. ഒരു യൂണിഫോം സിവിൽ കോഡിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു സെക്യുലർ കൺട്രിയാണ്. അപ്പോൾ എല്ലാ റിലീജിയൻസ് ദേ ഹാവ് ദ ഫ്രീഡം ടു ഫോളോ ദെയർ റിലീജിയൻ ഇൻ ദെയർ ഓൺ വേ. അപ്പോൾ അവരുടെ റിലീജിയസ് ഡിസിഷൻസ് ഒക്കെ അവരുടെ റിലീജിയനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ യൂണിഫോം സിവിൽ കോഡ് വന്നാൽ എന്താവും? എല്ലാവർക്കും ഒരേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബാധകമാവും. അപ്പോൾ അത് ഇവർ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ ട്രൈയിങ് ഫോർവേഡ് വിത്ത് ദിസ്, ബട്ട് ദേ ഹാവ് നോട്ട് അക്കംപ്ലിഷ്ഡ് ഇറ്റ് യെറ്റ്. ആൻഡ് ബാൻ ഓൺ റിലീജിയസ് കൺവേർഷൻസ്, ഇതും അവരുടെ അജണ്ടയിലുണ്ട്. റിലീജിയസ് കൺവേർഷൻസിനെ ബാൻ ചെയ്യണം. Then the next national party that we have is the Bahujan Samaj Party. This Bahujan Samaj Party was founded in 1984 by Kanshiram. Okay, it represents the Bahujan Samaj. ആ ബഹുജൻ സമാജിൽ ആരൊക്കെ പെടുന്നത്? ദലിത്സ്, ആദിവാസീസ്, OBCs ആൻഡ് ദ റിലീജിയസ് മൈനോറിറ്റീസ്. അവരെ റിപ്രസെൻറ്റ് ചെയ്ത് മുന്നേറി വന്നൊരു പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി. It stands to secure interest and welfare of the Dalits and oppressed peoples. അപ്പോൾ ഈ പാർട്ടിക്കും നാഷണൽ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്.
Then you have the Communist Party of India, Marxist Party, CPM ന്നും പറയാം. That is what has formed government in Kerala right now. It was founded in 1964. ഇത് 1964 വന്നത്. ആക്ച്വലി ഇതിൻ്റെ മുന്നേ ഒരേ പാർട്ടി ആയിരുന്നു, ദാറ്റ് ഈസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതിനും നാഷണൽ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ അടുത്തത് നോക്കാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് 1964 പിരിഞ്ഞ് ഇവർ വേറെ ഒരു പാർട്ടി ഫോം ചെയ്തതാണ്. ആൻഡ് ദേ കോൾ ദെംസെൽവ്സ് ദ മാർക്സിസ്റ്റ് പാർട്ടി, ദാറ്റ് ഈസ് CPM. ഇറ്റ് ബിലീവ്സ് ഇൻ മാർക്സിസം ആൻഡ് ലെനിനിസം. ഈ മാർക്സിസം ലെനിനിസം എന്താണ്? ഈ വർക്കിംഗ് പാർട്ടിക്കായിരിക്കണം കൂടുതൽ പവർ ഉണ്ടാവുക. ഒരു ദേ ആർ അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി ആൻഡ് ഓൾ. അപ്പോൾ അവർ ഈ ലേബർ പാർട്ടീനെ ഈ വർക്കിംഗ് ക്ലാസ്സിനെ മുന്നിൽ കൊണ്ടുവരണം, ആ ഐഡിയ ഉള്ള ആൾക്കാരാണ്. It supports socialism, secularism and democracy and opposes imperialism and communalism. For socialism, secularism means all are one, we all religions are one, and democracy, that the elected member should be representing the government. Imperialism, it opposes imperialism means power കാണിച്ച് മറ്റാളെ അമർത്താൻ പറ്റൂല. And communalism means religion ബേസിസിൽ ഫൈറ്റ് ചെയ്യുക, അതിനൊക്കെ അപ്പോസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു ജനറൽ ടേംസ് ആണ്. ഓൾമോസ്റ്റ് ഓൾ പാർട്ടീസ് വിൽ ബി ടോക്കിംഗ് ലൈക്ക് ദാറ്റ് ഓൺലി. എൻജോയ് സ്ട്രോങ് സപ്പോർട്ട് ഇൻ വെസ്റ്റ് ബംഗാൾ, കേരള ആൻഡ് ത്രിപുര. ഇവർക്ക് ശരിക്കും കേരള അങ്ങനത്തെ ചില സ്റ്റേറ്റ്സിൽ മാത്രമാണ് കൂടുതൽ സപ്പോർട്ട് ഉള്ളത്. ബട്ട് ദെൻ ദേ ഹാവ് സാറ്റിസ്ഫൈഡ് ദ ക്രൈറ്റീരിയ, സോ ദേ ഹാവ് ബീൻ ഗിവൻ ദ നാഷണൽ പാർട്ടി സ്റ്റേറ്റസ്. Then you have the Communist Party of India that we talked just now. It was founded in 1925. അവരും മാർക്സിസം ആൻഡ് ലെനിനിസമിലാണ് ബേസ് ചെയ്തത്. ആൻഡ് ദേ അപ്പോസ് ദ ഫോഴ്സസ് ഓഫ് സെസഷനിസം. സെസഷനിസം എന്താണ്? അത് ഓരോ വലിയ ഗ്രൂപ്പിൽ നിന്ന് ചെറിയ ഗ്രൂപ്പായിട്ട് പിരിഞ്ഞ് പോകുമല്ലോ, അതിനെ പറയാം സെസഷൻ. അപ്പോൾ അതിനെ അവർ അപ്പോസ് ചെയ്തിരുന്നു. അപ്പോൾ അവരിനെ തന്നെ പിരിഞ്ഞ് പോയതാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പോൾ ഇവർ അതിനെ തന്നെ ബൈൻഡ് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തന്നെ ആയിരുന്നു. And they accept parliamentary democracy as a means of promoting of the interests of working class farmers and poor. For the generality, you can talk about this Communist Party of India. Then you have the National Congress Party. It was founded in 1999. ഈ National Congress Party again കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞ് വന്ന് വേറെ ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്, ദാറ്റ് ഈസ് NCP. ഈ നാഷണൽ കോൺഗ്രസ് പാർട്ടി ആവട്ടെ, CPI ആവട്ടെ, CPM ആവട്ടെ, ഇവരൊക്കെ കോലീഷൻ ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യും. ബട്ട് ദെൻ ദേ ആർ നോട്ട് എ പാർട്ട് ഓഫ് കോൺഗ്രസ്. ബട്ട് വെൻ എ കോലീഷൻ ഗവൺമെൻറ് ഇസ് ടു ബി ഫോം, ദേ സപ്പോർട്ട് ദ കോൺഗ്രസ്. ബട്ട് ദെൻ ഇപ്പോൾ NCPയിൽ നമ്മൾ മഹാരാഷ്ട്രയിൽ ഒരു ട്രെൻഡ് കണ്ടത്, ദേ സപ്പോർട്ടഡ് ശിവസേന ആൻഡ് ദേ ഫോംഡ് എ ഗവൺമെൻറ് ദേ റൈറ്റ് നൗ. അപ്പോൾ അങ്ങനെ നാഷണൽ കോൺഗ്രസ് പാർട്ടി മഹാരാഷ്ട്രയിലാണ് ഒരു മെജോറിറ്റി പാർട്ടി ആയിട്ട് കാണപ്പെടുന്നത്. ബട്ട് ദെൻ ദേ ആർ ഓൾസോ ഗിവൻ എ നാഷണൽ സ്റ്റേറ്റസ്. ദെൻ യു ഓൾസോ ഹാവ് ദ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ആൻഡ് ദ നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഇതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കാത്ത രണ്ട് പാർട്ടി. ഇപ്പം നാഷണൽ പാർട്ടീൻ്റെ റെക്കഗ്നിഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ആണ് മമതാ ബാനർജീൻ്റെ പാർട്ടി. അത് വെസ്റ്റ് ബംഗാളിലാണ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്. ആൻഡ് ദെൻ യു ഹാവ് ദിസ് നാഷണൽ പീപ്പിൾസ് പാർട്ടി. നാഷണൽ പീപ്പിൾ പാർട്ടി സംഗമ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അപ്പോൾ ദീസ് ടു പാർട്ടീസ് ഹാവ് ഓൾസോ ഗെയിൻഡ് നാഷണൽ പാർട്ടി റെക്കഗ്നിഷൻ ഇൻ ദീസ് ഇയേഴ്സ്. ഇപ്പോൾ കുറേ പാർട്ടീസിന് സ്റ്റേറ്റ് റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് പാർട്ടീൻ്റെ സ്റ്റേറ്റസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് പെടുന്നത് നമ്മൾ ആപ്പ്, ദെൻ യു ഹാവ് യുവർ ജനതാദൾ ആൻഡ് യു ഹാവ് യുവർ തെലുഗു ദേശം പാർട്ടി, അങ്ങനത്തെ കുറേ പാർട്ടീസ്, സമാജ്വാദി പാർട്ടി, ആ പാർട്ടീസൊക്കെ ദേ ഹവ് ഗോട്ട് ദ സ്റ്റേറ്റ് പാർട്ടി റെക്കഗ്നിഷൻ. അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റേറ്റ് പാർട്ടീസ് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര പവർഫുള്ളായിട്ട് വരികയാണ്. അപ്പോൾ ശരിക്കും ആ കാരണത്തോണ്ട് എന്താവുന്നത്, നമ്മൾ പാർലമെൻറ്റിൽ പൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റി കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? The Parliament of India is politically diverse. അപ്പോൾ അങ്ങനെ ആവാൻ കാരണം no national party is able to secure on its own a majority in Lok Sabha. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇലക്ഷൻ നടക്കുമ്പം നാഷണൽ പാർട്ടിക്ക് അത്ര മെജോറിറ്റി കിട്ടുന്നില്ല. ഒറ്റക്കൊരു പാർട്ടി ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഒറ്റക്കുള്ളൊരു മെജോറിറ്റി അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ കാണുന്നത്, ഈ ചെറിയ ചെറിയ പാർട്ടീസൊക്കെ സ്റ്റേറ്റ് പാർട്ടീസ് ആവട്ടെ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള നല്ല പ്രധാനമായ പാർട്ടീസ് അവിടെ ജയിക്കുന്നത്. അപ്പോൾ ദേ ആർ ദെൻ ക്ലബിങ് വിത്ത് ദ നാഷണൽ പാർട്ടി ആൻഡ് ഫോമിങ് ദ ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ നോക്കുമ്പം ഒരു പാർട്ടി അല്ലാതെ കുറേ പാർട്ടി കൂടിയിട്ടാണ് സെൻറ്റർ ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് ദ പാർലമെൻറ്റ് is politically diverse. As a result, the national parties are compelled to form alliances with state parties. This has contributed to the strengthening of federalism and democracy in our country. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ശരിക്കും ഡെമോക്രസി നമ്മുടെ കൺട്രിയിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നെന്ന് നമുക്ക് പറയാം.
So this was what you had to know about state parties and national parties. Next remaining topics are challenges faced by these political parties and how can we reform them. That we will do in the next video. Okay children, bye.